GPPP PTY അതിലൂടെ മാത്രമേ സംസാരിക്കുള്ളൂ. അത് മാത്രമല്ല, നേരിട്ട് വരുന്നവരോട്, എന്നെ കാണാനും കേൾക്കാനും നേരിട്ട് എൻ്റെ അരികിലേക്ക് വരുന്നവരോട് മാത്രമേ കൂടുതൽ ഇടപഴകുകയും സൗഹൃദപരമായിട്ട് പെരുമാറുകയൊക്കെ ഞാൻ ചെയ്യുകയുള്ളൂ. അവിടെ എന്നോട് ഉത്തരങ്ങൾ ചോദിച്ച് നിൽക്കുന്നവരോട് കമന്റ് വായിക്കുക എന്നൊക്കെ പറയുന്നവരോടൊന്നും തന്നെ ഞാൻ സംസാരിക്കില്ല. വെറുതെ സംസാരിച്ച് അവറ്റകളോട് സംസാരിച്ച് സമയം പാഴാക്കേണ്ട കാര്യമില്ല. തർക്കിച്ചും വിമർശിച്ചും വെല്ലുവിളിച്ചും ഒക്കെ ജീവിതം പാഴാക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. വെറുതെ തർക്കങ്ങളിൽ ഏർപ്പെട്ടും വിമർശനങ്ങളിൽ ഏർപ്പെട്ടും ഒക്കെ ജീവിതം പാഴാക്കുന്ന കുറെ പാഴ്ജന്മങ്ങളുണ്ട്. അവരെ പോലെയാകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നത്. രണ്ട്, പലരും അവിടെ കമന്റ് എഴുതിയിട്ടിട്ട് കമന്റ് വായിക്കുന്നു പറയാം. എല്ലാവരുടെയും ലൈവിലെ പോലെയല്ല ഇവിടെ. ഞാൻ അങ്ങനെ വായിക്കാറില്ല. കമന്റുകൾക്ക് മറുപടി കൊടുക്കാറില്ല. കാരണം അവര് ഉത്തരം കിട്ടാതെ വീർപ്പ് മുട്ടണം. ഞാൻ പറയാറില്ലേ, എന്റെ അത്ര ലെവലിൽ എത്തിക്കും ഞാനെന്ന്. വീർപ്പ് മുട്ടണം ഉത്തരം കിട്ടാതെ. എന്നിൽ നിന്നും ഒരു ഉത്തരം കിട്ടാതെ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നിൽ നിന്നും ഉത്തരം കിട്ടാതെ, മറ്റുള്ളവരിൽ നിന്നും ഉത്തരം കിട്ടാതെ, ഇങ്ങനെ വീർപ്പ് മുട്ടി പ്രാണം കളഞ്ഞ് ഭ്രാന്ത് പിടിച്ചലയണം. അലഞ്ഞി തിരിഞ്ഞ് ഭ്രാന്തായിട്ട് എൻ്റെ അരികിൽ വരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഭ്രാന്ത് പിടിക്കണം, കൊട്ടും ഭ്രാന്താവസ്ഥയിലേക്ക് ആയി എൻ്റെ അരികിലേക്ക് എത്തണം. അപ്പോൾ മാത്രമേ ഞാൻ എല്ലാവരും സ്വീകരിക്കുള്ളൂ. അപ്പോഴും സ്വീകരിക്കില്ല. കാരണം അവര് തേങ്ങി കരയണം. എന്നോട് ചെയ്തിട്ടുള്ള കൊടും പാപങ്ങൾക്കെല്ലാം പാപം കൊടും ക്രൂരമായ അവരെത്രമാത്രം ക്രൂരത എന്നോട് കാട്ടിയോ അതേപോലെ തന്നെ അവർ എന്നോട് മാത്രമല്ല കാട്ടിയത്, അവരോടും കൂടിയാണ് കാട്ടിയതെന്ന് അവർക്ക് സ്വയം തോന്നി എൻ്റെ അരികിൽ അവരെത്തണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആർക്കും ഉത്തരം കൊടുക്കില്ല എന്ന്. പലരും ഇവിടെ എഴുതിയിട്ടില്ലേ, കമന്റ് വായിച്ചു ഉത്തരം തരൂ. ഞാൻ തരില്ല ഉത്തരം. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ തരില്ല. നിങ്ങൾ വീർപ്പ് മുട്ടണം, തേങ്ങി കരയണം. സ്വയം ഇരുന്ന് ഏങ്ങലടിച്ച് കരയണം. ഏങ്ങലടിച്ച് കരങ്ങി പിന്നെ ലാസ്റ്റ് എൻ്റെ അരികിലെത്തണം. ഞാൻ നിങ്ങളെ ഒരിക്കലും അടിമയാക്കി വെക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, അന്നും ഇന്നും എന്നും. നിങ്ങൾ